പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കൂ. നടക്കുമെന്ന് എനിക്കും ഉറപ്പില്ല, കിട്ടുമെന്ന് നിങ്ങൾക്കും ഉറപ്പില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഇന്ന് വന്നിട്ടുള്ളത് ഈ ചുവന്ന മുട്ടത്തലയായിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഈ ഡൈനോസർ ഐയിൽ മാത്രം ഇടുന്നു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് ഇത് മാത്രമായിരിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഞാനൊരു പ്രിസൺ എസ്കേപ്പ് സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ജയിലിൽ ചാടുന്ന വീഡിയോ ഇട്ടിരുന്നു. അതിനത്ര റെസ്പോണ്ടിങ് പോരാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഇതുപോലത്തെ നല്ല നല്ല കോമഡി നിറഞ്ഞ ഫണ്ണായിട്ടുള്ള ഗെയിം പ്ലേസ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങാം. നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, വെള്ളം കുടിക്കണം, എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഇവനെങ്ങോട്ടാണ് നടക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, സ്കിന്നൊക്കെ നല്ല അടിപൊളി സ്കിന്നാണ്. ഗ്രാഫിക്സും വലിയ മോശമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതുപോലത്തെ പല പല ഗെയിമും കളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ഞാൻ റെസ്പോണ്ട് തരുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. വെള്ളമൊന്ന് കുടിച്ച് നിറയട്ടെ. ബേക്കിൽ ആരെയും വന്ന് ആക്രമിക്കുമോ? ഏയ്, സാധ്യത ഭയങ്കര കുറവാണ്. നമ്മളത്രയും വലിയ ഡോണൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് ഈ ഐലൻഡിലുള്ള എല്ലാവർക്കും നമ്മൾ അത്യാവശ്യം പേടിയാണ്. നമുക്കതാണ് വേണ്ടത്. നമ്മളോട് കളിക്കാൻ ആരുമായിട്ടുള്ള അയ്യോ, വേറെ പറക്കുന്ന ഡൈനോസറായിട്ട് വന്നപ്പോൾ കുറച്ച് അധികം വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇറക്കുന്നത്. അതിന് നല്ല റെസ്പോണ്ടിങ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ നടന്നാലൊന്നും നമ്മളവിടെ എത്തില്ല. ഫുഡും വളരെ വളരെ കുറവാണ്. ഇവിടെ ഏതോ ഒരുത്തനെ കാണുന്നുണ്ട്, പിടിച്ച് തിന്നാൻ പറ്റുമോ? ഹലോ ഏട്ടാ, പോലെ ഞാനും വരട്ടെ. ഓ, ഒരു റാപ്റ്റർ അതിനെ പിടിക്കാൻ കളിക്കുന്നുണ്ട്. നമ്മൾ പിടിക്കേണ്ടി വരും തോന്നുന്നില്ല. ഓ, റാപ്റ്റർ ഫൈറ്റ്. പക്ഷേ നമ്മളത്രക്കാരൻ മോശക്കാരനല്ല എന്നൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ഇവനെങ്കിലും പിടിക്കണം. ഓ, റാപ്റ്ററെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പ്രശ്നമില്ല. ഓ, പോടാ പെറുക്കെ. ഇന്നുണ്ടല്ലോ കൈ കിട്ടിക്കൊണ്ടുണ്ടല്ലോ. എൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. കടിച്ചിട്ടുണ്ടല്ലോ അവനാ. പടം പോലെ ആയിക്കളയോ. ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. റാപ്റ്ററെ തട്ടി വേണ്ട. നമ്മൾ ഓവറായിട്ട് എല്ലാവരെയും കൊല്ലാൻ നിൽക്കരുത്. കൊല്ലാൻ നിന്ന് എനിക്കുണ്ടെങ്കിൽ മറ്റേ ഇത് ഇല്ലാണ്ടായി പോകും. വേണ്ട ആൾക്കാരെ മാത്രം കൊല്ലുക, എന്നിട്ട് ഫുഡ് അടിക്കുക. ഇതാണ് നമ്മുടെ ഒരു ശീലം. അപ്പോൾ എൻ്റെ ചളിയും വളയും കേൾക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ള് കാണുക, അല്ലാത്തവരും ഫുള്ള് കാണുക. അത്ര തന്നെ. ലെസ്കോ. അപ്പോൾ ഫുഡടി കഴിഞ്ഞിട്ടുണ്ട്. മഴയും അപ്പോഴത്തേക്ക് പെയ്യാൻ ഇങ്ങോട്ട് നടക്കടാ. അപ്പോൾ മഴയും അപ്പോഴത്തേക്ക് പെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓ, ഇടിയൊക്കെ ഏതാ. ഓ, ഗംഭീരം, നൈസ്. വേറെ ആരെങ്കിലും ഇവിടെയെങ്കിലും കാണാൻ കിട്ടുകയായിരിക്കും. നമ്മളധികവും പോയിട്ടുള്ളത് ടീറക്സിൻ്റെ ഒരു ടെറിട്ടറിയിൽ മാത്രമാണ്. ഏതാണ്ട് ഇവിടെ മാത്രമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ടീറക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. ആടെയും ടീറക്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ടീറക്സ് അധികം വെള്ളത്തിലായിരിക്കും ആടെ ഉണ്ടാകുക. എന്തായാലും ഒന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിഷൻ പ്രത്യേകിച്ച് വലിയ മിഷനൊന്നുമില്ല. കാണേണ്ട ആൾക്കാരെ ഇങ്ങനെ കണ്ടുത്തിരിക്കാന്നല്ലാണ്ട് വേറെ വലിയ വിഷയമൊന്നുമില്ല. എന്തായാലും ഞാൻ ടീറക്സിനെ കാണിച്ചു തരാം. പറഞ്ഞ സ്ഥിതിക്ക് കാണിച്ച് തരണമല്ലോ, അല്ലെങ്കിൽ അതൊരു മോശമല്ലേ. ഇവിടെ എവിടെയോ ഉണ്ട് എന്നാണ് മാപ്പിൽ കണ്ടത്. എവിടെ പോയി ടീറക്സ് മാമ? ടീറക്സ് മാമ എവിടെ? അയ്യോ, അതാ പോകുന്നത്. ഞാനങ്ങോട്ട് വരികയാണ്, പേടിക്കണ്ട. എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ കണ്ടാണല്ലോ. അതാ പോകുന്നത് വെള്ളത്തിലോട്ട്. ഹലോ, ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ടീറക്സ് ആണ്, അണ്ണാക്കപ്പെട്ട പണിയാണ്. ഓടിക്കോ. നമ്മളായിട്ടില്ല മുത്തേ, ചക്കരെ വിട്ടോ, ഓടിക്കോ. ഒരു കടി കിട്ടി. ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? ടീറക്സ് ആണ്, ഒരു ടീറക്സ്. മനുഷ്യൻ്റെ വില കളയാനായിട്ട് ഒരു റെക്സും കൊണ്ട് ഇറങ്ങിക്ക്. ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വന്നൊന്നല്ല മാൻ. വെറുതെ എന്നെ പിടിച്ച് കടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചത്താളങ്ങനെ വീണ്ടും വന്നോ. ഞാൻ വീണ്ടും റീസ്പോൺ ആയതാണ്. അയ്യോ,
റീസ്പോൺ ആയത് ഏതോ ഒരു നാറീൻ്റെ അണ്ണാക്കിൽ. ഓ ഓൻ വരും നോക്ക്. എടാ മോനെ ചെറുക്ക കളിക്കണ്ടേ, ഞാൻ ആള് ശേഷം പെശക കേട്ടോ. എന്നോട് കളിച്ചാണ്ടല്ലോ എന്നെ ചവിട്ടി കൂട്ടി കറി വെച്ചാളേ. എന്താടാ കടിക്കടാ കടി കടി കടി. ആ അത്രേ ഉള്ളൂ. എന്നോടാ എൻ്റെ കളി. ഓനെ നമ്മളോടാ ടീറക്സിനോട് വരെ ഏറ്റുമുട്ടിയവനാ ഞാൻ, എന്നിട്ട് തോറ്റതാ അല്ലേ? അങ്ങനെയല്ലേ പറയുക, അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ? ടീറക്സുമായിട്ട് ചെറുതായിട്ടൊന്ന് വിഷയമായതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുമ്പിൽ പിടിച്ചേക്കാനുള്ള ശേഷിയൊന്നും ആയിക്കില്ല. ഞാനാകെ ഒരു വീഡിയോ ഇട്ടാൽ മാത്രമാണ് ടീറക്സ് ആയിട്ട് കളിക്കുന്നവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വേറെ കമൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇനി ടീറക്സിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇനി ഞാൻ ടീറക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവനെ പിന്നെ തിരിച്ചറിയാൻ പിന്നെ സുഖ. ഈ ചോന്ന തല കണ്ടാലറിയാം ആള് ലേശം പെശകാന്ന്. മുന്നിലൊരു കൊമ്പും. അതെന്തിനാണ് ഈ കൊമ്പ് കൊടുത്തത്? കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തേരം കണ്ടീനു. മറ്റേ വാലുകൊണ്ടടിക്കുന്ന ഒരുത്തനെ ഞാൻ ഇതുവരെ കാണിച്ചു തന്നീന്. ഒരു പ്രാവശ്യം അയക്കൂല. വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ആരും നിൽക്കലുമില്ല, അതും എനിക്കറിയാം. അതൊരു വിഷമമാണ്. എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ള് കാണാൻ സ്കിപ്പ് ചെയ്യാതെ, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കണക്റ്റായി വരുള്ളൂ. അതുകൊണ്ട് എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. പിന്നെ അടുത്തുള്ള ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് വെറുതെ വെച്ചതല്ല. എന്ത് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രയൊക്കെ തന്നെ. ഓ വെള്ളം കുടിച്ചു, വെള്ളം അറിഞ്ഞു. അങ്ങോട്ട് പോയി നോക്കാം. ആടെ ഉണ്ട് ഒരു ടീമായിട്ട് നിൽക്കുന്നത്. ഒന്ന് വേഗം പോയി നോക്കട്ടെ, എന്നാലല്ലേ ഒരു ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓ ഇവിടെയും ടീറക്സാ. ഇത് നേരത്തെ നമ്മൾ പിടിച്ചെന്നോനാ അല്ലാന്ന് തോന്നുന്നു. ഇത് ഇവനെ പിടിക്കാൻ പോകുന്നതാ. ഓ എല്ലാ സ്റ്റെഗോ ഇളകി. സ്റ്റെഗോ പടി തുടങ്ങും. ടീറക്സിൻ്റെ മേത്തിട്ട് ഒറ്റടിയ വാലുണ്ട്. എന്ത് അടിക്കാൻ വന്നില്ലേ? അടിക്കാൻ അതിനല്ലേ ഓടിയത്? അടിക്കട വാലുണ്ട്. ഓ ഓ ടീറക്സ് ഇതാ സ്റ്റെഗോൻ്റെ വയ്യപ്പായിന്ന്. സ്റ്റെഗോ ഉണ്ട് നമ്മളെ വയ്യപ്പായിന്ന്. എന്തെല്ലൊക്കെ നടക്കുന്നുണ്ട്, എനിക്കൊന്നും തിരിയുന്നില്ല. അപ്പം മനസ്സിലാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തെന്തോ ഒരു കൊഴുപ്പ്. എങ്ങോട്ടാ? ഹലോ സ്റ്റെഗോൻ്റെ നടുവിൽ പെട്ടു വയ്ക്കല്ലേ നമ്മൾ. ഓ നമ്മളെ പിടിക്കാൻ വരുന്ന വൃത്തിയായിട്ടാണ്. ഞാൻ എന്നെ എന്താക്കാൻ വന്നീ? ആടാ ഓടോ, ഏറ്റുമുട്ടാൻ ഞാൻ റെഡിയാ. ഒട്ടി ഏറ്റുമുട്ടാൻ ഞാൻ റെഡിയാ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാണുന്ന ആൾക്കാരെയൊക്കെ പോയി ചൊറിയുക, ഇതാണ് ഇന്നത്തെ പരിപാടി. ടീറക്സും അലോസോറസ് ഇതെല്ലാം നമ്മളെ കാറ്റഗറി പെടും. അപ്പോൾ കാണുന്ന എല്ലാ മൊയന്തുകളെയും പോയി ചൊറിയുക, എന്നിട്ട് ഓടിക്കളയുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അടുത്തത് ഇവനെയാണ് നമ്മൾ ചൊറിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹലോ ഏട്ടാ. അയ്യോ അടിയിട്ടി. ഓ അടിയിട്ടി. ഇനി ആര്യാ? ഓ വേണ്ട, അതിന് വെറുതെ പോയി ചൊറിഞ്ഞതാ. ഓ മോന്തേൻ്റെ ഷേപ്പ് മാറിപ്പോയി. തലാടി ഇപ്പോൾ തിരിഞ്ഞു പോയേനെ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട. ഇവിടെ ഒരു തടിയനെ കാണുന്നുണ്ട്. അവനെ ചൊറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓ ഇങ്ങോട്ട്. ഹലോ ഞാൻ വരുന്നു. അതാണ്. ഒന്നുകൂടെ കിട്ടി. വെറുതെ ഞാൻ ഉപദ്രവിക്കുന്നില്ല, ആക്രമിക്കുന്നില്ല. ഒന്ന് കടിച്ചു വിടുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആള് ഞാൻ പാവാ. ഇനി നമ്മളോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വാടാ. അയ്യോ കുറേ സ്പൈനോസോറസ് ഇവിടെ എവിടെയോ. ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. അവനെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചു. ഇതിൽ വീണത് പണിയായ? നീന്താനറിഞ്ഞൂടാ? നീന്ത്. ഹൊയ് 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 ഹൊയ്. കരയെ. ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ടല്ലോ, എന്തോ പെനിയോ ഡ്രാഗൺ എന്തോ പേരുള്ള അങ്ങായി. കടിക്ക്. അമ്മോ എന്തിനാ കൈ കിട്ടിയാണോ കടിച്ച് കീറേ. ഇവൻ കഴിഞ്ഞ കർണോട്ടോറസായിട്ട് വന്നവരും എന്നാ ഒരു ഷോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കടിച്ച് ആ ഷോട്ട് കാണാത്തവരുണ്ട്, അതും പോയി കാണുക, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. കടി ഒറ്റ കടിയും കൂടെ കിട്ടിയാൽ മതി. ഓൻ്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഒരു കായപ്പങ്ങ് തീർത്ത് കൊടുത്തേക്ക്. ഫുഡടിക്കട്ടെ. ഫുഡുറ. ഓ നമുക്ക് നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്.
ഇതുവരെ കണ്ടിട്ട് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പോരെ മച്ചന്മാരെ. അങ്ങനെ ഫുഡടി ഏതാണ്ടൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇനി ലേശം ഒന്ന് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് ചെറുതായിട്ടൊരു പണിയൊക്കെ ഉണ്ട്. അത് സസ്പെൻസാണ്. അത് ഇതാ ലൈറ്റിങ്ങൊക്കെ. ഇവിടെ കിടന്നുറങ്ങാം. ഓഹോ, ഇതൊന്ന് അമ്മി ഉരുട്ടി വെച്ചതാ. കണ്ണും തുറന്നാടാ ഉറങ്ങുന്നേ. ഡാ കണ്ണ് കൂട്ടിക്കിടക്കടാ. എന്നോടാ ആരത്? ഇവരൊക്കെ എന്താ ഓടുന്നു? ഓഹോ, നമ്മളെപ്പോലെ തന്നെ ഒരുത്തനെ ദാ വരുന്നു. അയ്യോ, ഇവനായിട്ടൊരു ഫൈറ്റ് എടുക്കാൻ പറ്റുമെന്ന്. ഇവൻ ആളെങ്ങനെയാ? എന്നെ ആക്രമിക്കോ? മുട്ടാൻ വരുന്നോ മച്ചു? ഇല്ല, ഈലോടിയൊക്കെ കയറി പായുന്നത്. ഓനത് തിന്നാൻ വന്നതാ. ഞാൻ വിചാരിച്ച എന്നെ കൊല്ലാൻ വന്നതാ. പിന്നെ എന്നോടാ കളി. ഞാനാരാ മോന്ന് ഓനും അറിയില്ല, ഓനാരാ മോന്ന് എനിക്കും അറിഞ്ഞൂടാ. അല്ല, അങ്ങനെയല്ല, എന്നാലും എങ്ങനെയെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മുടെ മെയിൻ ശത്രു കർണോടോറസാണ്. അപ്പോൾ കർണോടോറസുമായി ഫൈറ്റ് എടുക്കുക എന്നുള്ളത് ഒരാഗ്രഹമാണ്. അപ്പോൾ കർണോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം, എന്നാൽ മാത്രമേ അവൻ വരുള്ളൂ. വെറുതെ വന്ന ഫൈറ്റൊന്നും എടുക്കില്ല. അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഇടപെട്ട കേസ് വേറെയാവും, നമ്മളെ നേരെ തിരിയും. അതുകൊണ്ട് നമ്മൾ കർണോടോറസിൻ്റെ ടെറിട്ടറി കയറി ചെന്ന് അടിയുണ്ടാക്കാൻ പോവാണ്. അതാണ് നമ്മൾ വെറുതെ പോകുന്ന വള്ളിയൊക്കെ പിടിച്ച് തലയിലിടുക എന്ന് കേട്ടിക്കില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ. വേണ്ടാത്ത വള്ളിയൊക്കെ പോയി പിടിക്കുക, എന്നിട്ട് തലയിലിടുക. എന്നിട്ടാ ഒരുത്തന്നെ നീന്തി കളിക്കുന്നത്, ഓനുമായിട്ട് ഇപ്പോൾ പോയി ചൊറിയൂ, എന്നിട്ടേ പ്രശ്നം ഉണ്ടാക്കും. ഇതുതന്നെയാണല്ലോ എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഓനോ നോക്കിയിട്ട് ഒരു അലറല്ല. വരുന്നുണ്ട് വടാ. എനിക്ക് കരയെന്ന് ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യം. വേട ചങ്ങായി. വേമ്പ വെയിറ്റിങ്ങാ ഞാൻ. വെയിറ്റിങ്. ഓ മൂഫ്. പോടാ. നമുക്ക് ഭയങ്കര ഡാമേജ് ആവാൻ തരുന്നത്. എന്താട്ടിയാണ് അടിക്കുന്നത്? വൃത്തിയായിട്ടാണേ. ഇതെന്താ ഗ്ലിച്ചല്ലാലോ? അയ്യോ, കുത്തി. ഒരു കടിയും കൂടെ കടിച്ചാൽ നീ ചത്ത്. അത്രയേ ഉള്ളൂ. നീ വലിയ മെയിനാനൊന്നും നോക്കണ്ട. ഞാൻ ആള് ലേശം മോശാട്ടോ. അയ്യോ, നമ്മൾ ലാസ്റ്റ് ഫൈറ്റും അങ്ങനെ എടുത്തു. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.